1300ഓളം നിക്ഷേപകരെ വഞ്ചിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയ ടോമി ഷൈനി ദമ്പതിമാർ കഴിഞ്ഞ ജൂലൈ 3-നാണ് വിദേശത്തേക്ക് കടന്നത്. കൊച്ചിയിൽ നിന്ന് മുംബൈയിലെത്തി അവിടെ നിന്ന് കെനിയയിലെ നെയ്റോബിയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ജൂലൈ 5-ാം തീയതിയാണ് നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പോലെ ഇരുവരും രാജ്യം വിട്ടുവെന്നാണ് കർണാടക പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. ഇന്നുവരെ 408 പേരാണ് പരാതിയുമായി രാമമൂർത്തി നഗർ പോലീസിനെ സമീപിച്ചത്. ഒരാളെ വിശ്വാസത്തിലെടുത്ത്, ഒരു സംഘടനയെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് വലിയ ഓഫർ ചെയ്തതിന് ശേഷം അവരിൽ നിന്ന് 1 കോടി 1.5 കോടി അംഗങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടാണ് ഇവർ ചിട്ടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ സംഘടനകളെ മിസ്യൂസ് ചെയ്തു. അപ്പോൾ ആരും സംശയത്തിന് ഇടവരാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. 150 കോടിയിലേറെ രൂപ ഇത്രയും പേർക്ക് നഷ്ടമായിട്ടുണ്ട്. വലിയ സാമ്പത്തിക തട്ടിപ്പായതിനാൽ അന്വേഷണം കർണാടക പോലീസിന് കീഴിലുള്ള CBCIDക്ക് കൈമാറി. പ്രതികൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കും. ഇവരെ തിരിച്ചെത്തിക്കാൻ വേണ്ട സാധ്യമായ നടപടികളെല്ലാം സ്വീകരിക്കുമെന്നാണ് ബംഗളൂരു ഈസ്റ്റ് DCP ദേവരാജ് നിക്ഷേപകർക്ക് ഉറപ്പു നൽകിയത്. വെട്ടിച്ച പണം ഇവർ എവിടെ നിക്ഷേപിച്ചു എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും. നിലവിൽ ഷൈനിയും ടോമിയും വിദേശത്തേക്ക് പോയി എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവരുടെ 3 മക്കൾ ഇന്ത്യയിലുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ഇതോടൊപ്പം ബന്ധുക്കളെയും കണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും പണം നഷ്ടപ്പെട്ട കൂടുതൽ പേർ പോലീസിനെ സമീപിച്ചു വരികയാണ്. ഏകദേശം 400 കോടിയുടെ ഇടപാടുകൾ ഇവരുടെ ഉടമസ്ഥതയിലുള്ള A&A ചിറ്റ്സ് എന്ന സ്ഥാപനത്തിൽ നടന്നിരുന്നുവെന്നാണ് പ്രാഥമിക കണക്ക്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.